നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തന്ന് രക്ഷിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭദിനാശംസകൾ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാലേ മിഥുനക്കൂർ നക്ഷത്രം, മകേര്യം, തിരുവാതിര പുറത്തുന്ന ആളുകാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത്. എന്താണെങ്കിലും നല്ല ഫലമാണ്, അല്ലാതെ വിഷമസന്ധ്യ, ബുദ്ധിമുട്ടുകൾ, ആപത്തുകളുള്ള ഫലമല്ല. അത്യാവശ്യം നല്ല ഫലമാണ്. ഇവരുടെ സ്ഥിതി, ബുദ്ധിമുട്ട് കാര്യങ്ങൾ, സങ്കട കാര്യങ്ങളൊക്കെ ഇരുന്ന് ധാരാളം സങ്കട കാര്യങ്ങൾ, വിഷമസന്ധികൾ, ധനമായിട്ട് ബന്ധപ്പെട്ട് അനവധി ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ധനത്തെ ചൊല്ലി അനവധി പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭവും സമയമൊക്കെ ഇരുന്ന് 1.5 മാസക്കാലേക്കായിട്ട് മകയിരം, തിരുവാതിര, പുണർദ്ധം നാളുകാർക്ക്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമായി. എന്തായാലും ഒരു നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റസ്ഥിതിയായി നാളുകാർക്ക്. ധനാഗമനം ഉണ്ടാവും, അത് തന്നെ ഒരു പ്രധാന ഘടകം. ധനം ഏതെങ്കിലും മാർഗേന നമ്മുടെ കയ്യിലേക്ക് ആരെങ്കിലും സഹായിച്ചോ ബാധ്യതയായോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ധനം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും. മകയിരം, തിരുവാതിര പുണർദ്ധം നാളുകാരുടെ കയ്യിലേക്ക് ധനം വന്നു ചേരും. അത് ഒരു ഭാഗ്യസ്ഥിതിയാണ്, ഗുണസ്ഥിതിയാണ്, വളരെ നല്ല കാര്യമാണ്. അപ്പം അത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് മെച്ചപ്പാടുണ്ടാവും. ചില കാര്യങ്ങളിൽ ഗുണസ്ഥിതി വരും, അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് മെച്ചപ്പാടുണ്ടാവും. അതൊരു ഭാഗ്യമാണ്. കാരണം തൊഴിലിൽ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് മെച്ചപ്പാട് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും മുന്നോട്ട് നല്ല രീതിയിൽ പോകാനൊക്കെയുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. അപ്പോൾ എന്താണെങ്കിലും തൊഴിൽ രംഗം മെച്ചപ്പാടുണ്ടാവും. മകയിരം, തിരുവാതിര പുണർത്തുന്ന ആളുകാരുടെ തൊഴിൽ രംഗം മെച്ചപ്പാടുണ്ടാവും. ആരോഗ്യസ്ഥിതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറും. അനവധി രോഗാതുരിതങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഇരുന്ന് ഈ നാളുകാർക്ക് അവ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മോചനമായി തുടങ്ങി. ആരോഗ്യസ്ഥിതി മെച്ചപ്പാടായി തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ ധാരാളം യാത്രകൾക്ക് സാധ്യതയുണ്ട്. പല വിധേന ചെറിയ ചെറിയ യാത്രകൾ പലതും ചെയ്യേണ്ടി വരും. അതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. ചില ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ വരും. നമുക്ക് വരുന്ന ചില ഭാഗ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ടു പോകും. അത് നമുക്ക് ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മാറും. അതങ്ങനൊരു കാര്യങ്ങളുണ്ട്. പല വിധേന പല മാർഗേന നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ തൊട്ടടുത്ത് വരെ എത്തും. പക്ഷെ അത് നമുക്ക് ഗുണത്തിൽ വരില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ തടസ്സം വന്ന് മാറും. അതും ഒരു സമയത്തിൻ്റെ വ്യത്യാസവും വ്യതിയാനത്തിൽ സംഭവിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ പറയുന്നത് പുതിയ വീട് പണിയാനുള്ളതായിട്ടുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരും. സ്ഥലം വാങ്ങാനുള്ളത്, വീട് വാങ്ങിക്കാനുള്ളത്, വീട് പണിയാനുള്ളത്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ ധാരാളം ബുദ്ധിമുട്ടുകളുള്ള പ്രതിസന്ധികളാണ് കഴിഞ്ഞു വന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനമായി ഇനിയുള്ള ആ സമയത്ത് നമുക്ക് പല പ്രതിസന്ധികളിൽ നിന്നും ഉടനടി മോചനം കിട്ടാനുള്ള ഒരു സമയസ്ഥിതിയും കൂടിയാണ്. പല സങ്കടപരമായിട്ടുള്ള പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാളുകാർ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമായി തുടങ്ങി. അപ്പോൾ അത് ചില രീതിയിലൊക്കെ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ, തൊഴിൽ രംഗത്ത് ഒക്കെ മെച്ചപ്പാടിലേക്ക് എത്തും. ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ ചില ശരീരക്ലേശങ്ങൾ, ചില രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്പം കൂടുതലായിട്ട് വരും. അതിന് ഇത്തിരി കാഠിന്യം കൂടും. അത് വളരെ ചുരുക്കാർക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഉദരമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ വയറിന് കീഴ്പോട്ടും ചില കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റങ്ങളായി തുടങ്ങും. എന്നാലും ചില ആൾക്കാർക്ക് ക്ലേശങ്ങൾ അല്പം കൂടുതലാവും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പുണർദ്ധം, തിരുവാതിരക്കാർക്ക് അല്പം വയറായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അല്പം ക്ലേശമായിട്ട് വരും. അതിനുള്ള സാധ്യതകളുണ്ട്. എന്നാലും അതൊന്നും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവില്ലെങ്കിലും ചില കാര്യങ്ങളിൽ ഭയപ്പാട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നമുക്ക് എന്ത്
വയ്യായികൾ കാര്യങ്ങളൊക്കെ വന്നാൽ അതൊക്കെ വേണ്ടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഭയപ്പെടാനൊന്നുമില്ല, ഭയപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ആയിട്ടുമില്ല, ആകുകയില്ല, പേടിക്കാനില്ല. അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതൊരു ഭാഗം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ പറയുകയാണെങ്കിൽ ചില രീതിയിൽ അവിചാരിതമായിട്ട് ചില അലച്ചിലുകൾ വരും. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അലയേണ്ട സാഹചര്യങ്ങൾ വരും, പല വിധേന പല മാർഗേനൊക്കെ അങ്ങനെ ഒരു സ്ഥിതി കൂടി ഉണ്ട്. എന്നാലും ഈ മകരം തിരുവാതിര പറഞ്ഞ ആളുകാർ ഈ 1-2 മാസക്കാലം, ഒരു 3 മാസക്കാലമായിട്ട് അനുഭവിച്ചിരുന്ന അനവധി സങ്കടങ്ങൾക്കും ബുദ്ധിമുട്ടിനൊക്കെ ഒരു മോചനമായി. അതാണ് വലിയ കാര്യം. ഇവർ പല വിധേന പല സങ്കടങ്ങൾ അനുഭവിച്ചില്ലാക്കാരാണ്. ശരീര ബുദ്ധിമുട്ടുകൾ, വീഴ്ചകൾ, ഒടിവുകൾ, വ്രണങ്ങൾ, തുന്നിക്കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്ന ആൾക്കാരാണ് ഈ മകരം തിരുവാതിര പുണർദ്ധം നാളുകാർ. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മോചനമായി തുടങ്ങി. അപ്പോൾ അത് തന്നെ വലിയ കാര്യം. ധനാഗമനം ഉണ്ടാവും, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും, സംരംഭകർക്ക് മേൽഗതി ഉണ്ടാവും, വീട് പണിയാൻ സാധിക്കും, വീട് പണിയാനുള്ള വഴികൾ വന്നു ചേരും, ധനം വന്നു ചേരും. വിദേശയാത്രകൾക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് നടക്കും. ചില ആൾക്കാർ വിദേശത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ ജോലി സംബന്ധമായിട്ടൊക്കെ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടതും നാട്ടിലേക്ക് വരുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാലും ബുദ്ധിമുട്ടിലേക്കൊന്നും പോവില്ല, ജോലിക്ക് ബുദ്ധിമുട്ട് കാണില്ല, സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല. അപ്പം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചില തിരുവാതിര നാളുകാർ വിവാഹബന്ധം, ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കുക. തിരുവാതിര നാളുള്ള പുരുഷന്മാർ, വിവാഹം കഴിഞ്ഞ ആൾക്കാർ ദാമ്പത്യ ജീവിതം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് ചില അലോഹ്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. മുളകക്കാരൊക്കെ ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് കൊണ്ടുപോകുന്ന സമയം കൂടിയാണ്. അവർക്ക് അലോഹ്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ എഴുതി പുറത്തുന്ന ആളുകാർക്ക് അപ്പോൾ അതിൽ നിന്ന് അലോഹ്യ സ്ഥിതിയൊക്കെ മാറി ഏറ്റവും സന്തോഷസ്ഥിതിയിലേക്കൊക്കെ മാറും. അങ്ങനത്തെ ഒരു സമയമാണ്. ധനമായിട്ട് ബന്ധപ്പെട്ട് തിരുവാതിര പുറത്തങ്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനമായി തുടങ്ങും, ധനാഗമനം ഉണ്ടാകും, ധനം പല മാർഗേണ കയ്യിലേക്ക് വന്ന് ചേരും, ബാധ്യതകൾ ഒഴിവാകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. വിവാഹാധികാരികൾ നോക്കുന്ന തിരുവാതിര പുറത്തുന്ന ആളുകാർക്ക് യോജിക്കുന്ന വിവാഹങ്ങൾ വന്ന് ചേരാനും ഉറയ്ക്കാനും അത് നടക്കാനൊക്കെ ഉള്ള സാധ്യതകളും സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉടനടിയാവും. പിന്നെ പറയുകയാണെങ്കിൽ ചില സുഹൃത്ത് വലയങ്ങൾ വഴി ചില സാമ്പത്തിക ബാധ്യതകൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില സുഹൃത്ത് വലയങ്ങൾ വഴി സാമ്പത്തിക ബാധ്യതകൾ വരാൻ സാധ്യതകളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്, വിവാഹം കഴിഞ്ഞ് പല വിധേന പല രീതിയിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ടും പല കുടുംബ പ്രശ്നങ്ങളായിട്ട് പല രീതിയിൽ പല പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് അകന്ന് ജീവിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറയണത്. അവർ തമ്മിൽ ലോഹ്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ കൂടി അകന്ന് നീക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അത് ദുർനിമിത്തമാണ്, ദുഷ്പ്രവൃത്തിയാണ്. അതല്ലെങ്കിൽ തന്നെ അതൊരു ഗുണസ്ഥിതിയും അല്ലെങ്കിൽ നല്ല പ്രവൃത്തിയല്ല. അപ്പോൾ എന്ത് ത്യജിച്ചാണെങ്കിലും എന്ത് സഹിച്ചാണെങ്കിലും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്ന് ചേരും ജീവിതത്തിൽ. അപ്പം ഒന്നിച്ച് കഴിയേണ്ട ആൾക്കാർ ഒന്നിച്ച് തന്നെ കഴിയണം, അതാണ് പ്രധാനം. അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. എന്താണെങ്കിലും ഈ മകരം തിരുവാതിര പുറത്തുന്ന ആളുകാരുടെ കഷ്ടതകൾ നീങ്ങി സന്തോഷ അനുഭവങ്ങളിലേക്ക് നീങ്ങി തുടങ്ങി, വിഷമസന്ധികൾ മാറി തുടങ്ങി, ധനാഗമനം വന്നു തുടങ്ങി, ജോലി കാര്യങ്ങളുടെ അഭിവൃദ്ധിയായി തുടങ്ങി. ഇതാണെങ്കിലും സന്തോഷകാര്യങ്ങളാണ്. ഇനി അഥവാ ഈ ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഈ സാമ്പത്തിക ബാധകൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുടുംബ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളുണ്ട്. മഹാദേവന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം, പ്രദോഷ പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം, ജലധാര, കുവളമാല എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് കൃഷ്ണന് തുളസിമാല, നെയ്വിളക്ക് എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇവരനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ഇവർ ഈ നാളുകാർ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സങ്കടത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഇവർക്ക് വളരെ വിശേഷമാണ് ഈ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരുടെ സങ്കടങ്ങളൊക്കെ മോചനങ്ങളൊക്കെ വരട്ടെ, സന്തോഷാനുഭവങ്ങൾ വന്നു ചേരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളെല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ.